നമസ്കാരം, ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മിഷൻ തണ്ണീർക്കൊമ്പൻ വിജയം. വയനാട് മാനന്തവാടി നഗരത്തിൽ ഭീതി വിതച്ച കാട്ടാനയെ മയക്കുവെടിവെച്ച് തളച്ചു. കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ ലോറിയിൽ കയറ്റി രാത്രി തന്നെ കർണാടകയിലെ ബന്ദിപ്പൂരിലെത്തിക്കാനാണ് തീരുമാനം. മുത്തങ്ങ വഴിയാവും രാത്രിയാത്ര. കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ആനയെ അനുഗമിക്കും. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ആനയെ തളയ്ക്കാനായത്. 4 മയക്കുവെടിവെച്ചെങ്കിലും 2 എണ്ണമേ ആനയ്ക്കേറ്റുള്ളൂ. ആനയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് വെറ്റിനറി ഡോക്ടർമാർ അറിയിച്ചു. ജിൻസ് തോട്ടുംകര വിശദാംശങ്ങളുമായി ചേരും. ജിൻസ്, മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ വിജയമുണ്ടായിരിക്കുന്നു. ഒരു തണ്ണീർ ദിനം എന്ന് നമുക്ക് പറയാമല്ലേ? തീർച്ചയായും ഭവ്യ, കഴിഞ്ഞ 16 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഈ തണ്ണീർ കൊമ്പനെ പിടികൂടി ഇപ്പോൾ കർണാടകയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ കർണാടകയിലെ ബന്ദിപ്പൂർ കബനി മേഖലയിലായിരിക്കും ഈ കാട്ടാനയെ തുറന്നുവിടുക. പക്ഷേ ഇതിനെ തുറന്നു വിടുന്നതിന് മുന്നേ ഒരു കാര്യം, ഇതിന്റെ ആരോഗ്യസ്ഥിതി എല്ലാം കൃത്യമായി ഒന്നുകൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഈ വാഹനത്തിൽ, വനംവകുപ്പിന്റെ വാഹനത്തിൽ കയറ്റുമ്പോൾ ഈ കുങ്കിയാനയുടെ ഒരു കൊമ്പ് കൊണ്ട് ഇതിന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരോഗ്യസ്ഥിതി പരിശോധിച്ച ശേഷമായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാവുക. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് ഈ എടവക പഞ്ചായത്തിലെ പായോട് ഈ ആനയെ ആദ്യം കാണുന്നത് ഒരു ക്ഷീരകർഷകനാണ്. അതിനുശേഷം ഉടനെ തന്നെ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് ഈ ജനവാസ മേഖലയിലൂടെ ഇത് സഞ്ചരിച്ച് ഈ കാട്ടാന മാനന്തവാടി നഗരത്തിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ ഈ പായോടിന് സമീപത്തുള്ള ഒരു കബനി പുഴയുണ്ട്. ഇത് നീന്തിക്കടന്നാണ് ഈ മാനന്തവാടി നഗരസഭയിൽ എത്തിയത്. അതിനുശേഷം ഇത് KSRTC ഗ്യാരേജിന് സമീപത്തെത്തുകയും പിന്നീട് ന്യൂമാൻസ് കോളേജിന്റെ ഈ പരിസരം വഴി താലൂക്ക് ഓഫീസിലേക്ക് എത്തുകയും ചെയ്തു. ഇവിടെ നിന്നും ട്രഷറർ വഴിയും താലൂക്ക് ഓഫീസിന് സമീപം എത്തുകയും പിന്നീട് ഈ സ്ഥലത്തേക്ക് വരികയും ചെയ്തു. ഈ സാഹചര്യം ഉണ്ടായതോടുകൂടെ ഈ പ്രദേശത്ത് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ജനങ്ങളോടെല്ലാം തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു. മാനന്തവാടി ടൗണിലേക്ക് ഇറങ്ങരുത് അടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഈ സമയത്ത് വിദ്യാർത്ഥികളടക്കം സ്കൂളിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയായിരുന്നു. വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് അയക്കരുതെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതേസമയം ഈ കുട്ടികൾ നിലവിലുണ്ടായിരുന്ന ഈ സ്കൂളിലുണ്ടായിരുന്ന കുട്ടികൾ പുറത്തിറങ്ങരുത് എന്നടക്കമുള്ള കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതിനുശേഷം ഇതിനെ കൃത്യമായി തന്നെ വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു. സൗത്ത് വയനാട് DFO സജിന കരീം, നോർത്ത് വയനാട് DFO മാർട്ടിൻ ലോവൽ, അതുപോലെ തന്നെ നോർത്ത് CCF KS ദീപ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. 10 മണിയോടെയാണ് ഈ താഴേങ്ങാടിയിലെ ചതുപ്പ് മേഖലയിൽ ഇത് നിലയുറപ്പിച്ചത്. ഇത് മണിക്കൂറുകളോളം ഈ ആന ഈ ചതുപ്പ് പ്രദേശത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 12 മണിയോടെയാണ് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു ഉത്തരവിലേക്ക് കടന്നത്. ആളുകളെല്ലാം തന്നെ വലിയ ഭീതിയിലായിരുന്നു. എത്രയും പെട്ടെന്ന് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഈ കൊമ്പനെ എത്രയും പെട്ടെന്ന് പിടികൂടണമെന്നുള്ള ആവശ്യമായിരുന്നു ഉന്നയിച്ചത്. അതേസമയം തന്നെ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. പ്രധാനമായും ഇവിടെ നിന്നും 20 കിലോമീറ്റർ അകലെയാണ് വനം ഉണ്ടായിരുന്നത്. അതിനുശേഷമുള്ള ഈ പ്രദേശങ്ങളെല്ലാം ജനവാസ മേഖലയാണ്, ടൗൺ ആണ്, ആശുപത്രിയുണ്ട്, സ്കൂളുകളുണ്ട്. ഇത്തരത്തിൽ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇതിനെ കാട്ടിലേക്ക് തുരത്തുക എന്നുള്ളത് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദമുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇതിന് അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കമുണ്ടായത്. നമ്മളിപ്പോൾ ഈ കാട്ടാനയെ പിടികൂടിയ സ്ഥലം എന്ന് പറയുന്നത് ചുറ്റും കുന്നുകളാണ്. അതിനുശേഷമുള്ള ഈ ഭാഗങ്ങളെല്ലാം തന്നെ വാഴത്തോപ്പും അതുപോലെ തന്നെ മറ്റു കൃഷിയും ചെയ്യുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്താണ് ആന തമ്പു ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലത്തേക്ക് പോകാതെ ഈ മുത്തങ്ങിയിൽ നിന്നും RRT സംഘം ഉൾപ്പെടെയുള്ളവർ ഈ കുന്നിനോട് ചുറ്റും നിൽക്കുകയും ആനയുടെ നിരീക്ഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളായിരുന്നു ആരംഭിച്ചിരുന്നത്. എന്തായാലും ഈ സമയത്ത് തന്നെ ഈ ആന എവിടെ നിന്നും വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ രാവിലെ മുതലേ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും പൊതുവെ നോക്കുമ്പോൾ ശാന്തനായിരുന്നു തണ്ണീർക്കൊമ്പൻ, അല്ലേ? തീർച്ചയായും ഭവ്യ,
ഇത്രയും മണിക്കൂറുകളോളം ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ടും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല. അതേസമയം ഈ വാഴത്തോട്ടത്തിൽ ഇറങ്ങിയ ഒരു സമയത്ത് 5-6 വാഴകൾ നശിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എന്നിരുന്നാൽ പോലും വലിയ രീതിയിലുള്ള യാതൊരുവിധ നാശനഷ്ടവും വരുത്താതെയാണ് ഈ കൊമ്പൻ ജനവാസ മേഖലയിലെല്ലാം തന്നെ ഇറങ്ങിയത്. എന്തായാലും ഈ കർണാടകയിലെ വനം വകുപ്പുമായി ആശയവിനിമയം നടത്തിയതിന് പുറകിലാണ് ഈ ആന ഏതാണെന്ന് മനസ്സിലായത്. രാവിലെ മുതലേ തന്നെ ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണെന്ന് മനസ്സിലായെങ്കിലും ഇത് എവിടെ നിന്നും വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. ജനുവരി 16-ന് കർണാടകയിലെ ഹസനിൽ വെച്ച് ഈ കാട്ടാനയെ മയക്കുവെടി വെച്ചു കർണാടകയിലെ വനംവകുപ്പ് പിടികൂടുകയായിരുന്നു. കർണാടകയിൽ ഈ കാട്ടാന വലിയ രീതിയിലുള്ള ശല്യക്കാരനാണ്. നേരത്തെ അരിക്കൊമ്പനെ പോലെ ഈ സ്ഥലങ്ങൾ കാപ്പിത്തോട്ടങ്ങളിലെല്ലാം തന്നെ ശല്യം വർദ്ധിച്ചതോടുകൂടിയായിരുന്നു ഈ വനം വകുപ്പ് ഈ തണ്ണീറിനെ ഈ വനം വകുപ്പ് പിടികൂടിയത്. അതിനുശേഷം ഇതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിടുകയായിരുന്നു ചെയ്തത്. അസനിൽ തന്നെ 2 ആഴ്ച മുൻപായിരുന്നു ഇതിനെ പിടികൂടിയത്. അതേ തുടർന്നാണ് ഇതിനെ തണ്ണീർ എന്ന് വനം വകുപ്പ് പേരിടുകയും ചെയ്തത്. അന്ന് തന്നെ ഈ മൂലഹള്ള വനത്തിൽ തുറന്നു വിടുകയും ചെയ്തു. നിലവിൽ ഈ മൈസൂർ വനം വകുപ്പിനാണ് ഇതിന്റെ നിരീക്ഷണ ചുമതലയുള്ളത്. ഇത് എങ്ങനെ വന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത കുറവുണ്ട്. ഈ ആനയെ തുറന്നുവിട്ട സ്ഥലത്ത് നിന്നും ഈ മാനന്തവാടി എന്ന് പറയുന്ന ഈ നഗരത്തിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 200 കിലോമീറ്റർ സഞ്ചരിക്കണം. ആ 200 കിലോമീറ്റർ എങ്ങനെ സഞ്ചരിച്ചു എന്നുള്ള കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. അതേസമയം ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഈ മൈസൂർ വനം വകുപ്പിനാണ് ഇതിന്റെ ചുമതലയുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ആനയെ നിരീക്ഷിക്കുന്നതിന് വീഴ്ച സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും 1 മണിയോടെയാണ് ഈ KSRTC മാനന്തവാടി ഡിപ്പോയ്ക്ക് സമീപം ഇത് പിന്നീട് ഈ നിലയുറപ്പിച്ച സ്ഥലത്ത് നിന്നും മാറുകയുണ്ടായത്. അവിടെ ശേഷം ആളുകളെ ഭീതിപ്പെടുത്തുന്ന ഒരു ചെറിയൊരു സ്ഥിതി ഉണ്ടായിരുന്നു. വേഗം ഓടിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതേസമയം തന്നെ ഈ ആനയെ കാണാൻ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത്. അതും വലിയ രീതിയിലുള്ള വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു. ഈ ആളുകളെ മാറ്റിയ ശേഷമായിരിക്കാം ഈ മറ്റുള്ള ഓപ്പറേഷൻ നടത്തുക എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്തായാലും ആളുകൾ ഇവിടെ ഈ ഇതിന് വനംവകുപ്പിന്റെ ദയവായി തുടരുക. ഇപ്പോൾ MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനീഷ, രാവിലെ മുതൽ തണ്ണീർക്കൊമ്പന്റെ കൂടെയാണ് അനീഷും. എന്തായാലും ദൗത്യ സംഘത്തെ അടക്കം ഒരു വട്ടം കറക്കൽ തണ്ണീർക്കൊമ്പൻ നടത്തിയിട്ടുണ്ട്. ഒരു കള്ളനും പോലീസും കളി ഉണ്ടായിരുന്നു അല്ലേ അവിടെ? എന്തായാലും അവസാനം ഒരു തണ്ണീർ ദിനം എന്നതിലേക്ക് മാറുകയാണ് കാര്യങ്ങൾ. തീർച്ചയായും. കാരണം ഈ വൈകുന്നേരത്തോടുകൂടി ഈ മിഷൻ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ തണ്ണീർ കൊമ്പൻ ഒരു ചെറിയ ഒളിച്ചുകളി നടത്തിയത്. കാരണം അതുവരെ വാഴത്തോട്ടത്തിന്റെ ഒരു വശത്ത് സുഗമമായി വാഴക്കൂമ്പുകളൊക്കെ ഒടിച്ച് ഈ കവുങ്ങൻ തൈകളൊക്കെ മറിച്ചിട്ടൊക്കെ നിന്ന് കൊമ്പൻ ഈ മിഷനുള്ള ഡോക്ടർമാരും മറ്റു ആളുകളും ഒരു വശത്ത് സംഘടിച്ചപ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്നും ദിശ മാറി വാഴത്തോട്ടത്തിന്റെ അങ്ങേയറ്റത്തേക്ക് പോയി. അവിടെ നിന്നും പിന്നീട് അതിന്റെ മറുവശത്തേക്ക് പോകുന്നു. പിന്നെ കുന്നുകയറി പാതി വശത്ത് പോയി നിൽക്കുന്നു. അതിനുശേഷം വീണ്ടും താഴേക്കിറങ്ങുന്നു. താഴേക്കിറങ്ങി കുറച്ചു നേരത്തേക്ക് ഈ കാണാൻ കഴിയാത്ത വിധം കൊമ്പൻ ഈ വാഴക്കൂട്ടത്തിന് ഉള്ളിൽ ഒളിക്കുന്നു. ഇതിനുശേഷം പിന്നീട് ഭയങ്കര രസകരമായ ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര ഒരുപക്ഷെ വനവകുപ്പുകാർക്ക് വലിയ സാഹസികമായ ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം പടക്കം എറിഞ്ഞെറിഞ്ഞ് ഓരോ സ്ഥലത്ത് നിന്നും ഓരോ പടക്കങ്ങൾ എറിഞ്ഞ് പിന്നീട് കാട്ടിനകത്തേക്ക് വാഴത്തോട്ടത്തിനുള്ളിലേക്ക് കയറുമ്പോൾ ആ കൃത്യമായ ദിശയിൽ വീണ്ടും പടക്കമെറിഞ്ഞാണ് ഈ കൊമ്പനെ പിന്നീട് ആദ്യം കണ്ട സുരക്ഷിതമായി വെടിവെക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിച്ചത്. ആദ്യത്തെ വെടി പാഴായിപ്പോയി. 2ാമത്തെ വെടിയാണ് ആദ്യം കൃത്യമായി കൊമ്പന്റെ പിൻവശത്ത് കൊള്ളുന്നത്. അതിനുശേഷം പിന്നീട് വീണ്ടും 2 തവണ വെടിവെച്ചു. അതിൽ ഒരു വെടി കൂടെ കൊണ്ടു. അങ്ങനെ 2 വെടി കൃത്യമായി കൊമ്പനിൽ കൊണ്ടു എന്നാണ് നമുക്ക് പുറത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഏതാനും മണിക്കൂറുകൾ തന്നെ കൊമ്പൻ ഒരു സ്ഥലത്തേക്കും പോവാതെ, അല്ലെങ്കിൽ ഒരു ചലനവും ഇല്ലാതെ കുറെ നേരം തലയാട്ടി അല്ലെങ്കിൽ ചെവികൾ വീശി നിന്നു. അതിനുശേഷം പിന്നീട് കുറച്ചുകൂടി വൈകിയപ്പോൾ ഏതാണ്ട് ഒരു 10 മീറ്റർ മുന്നോട്ട് വീണ്ടും പോയി. അപ്പോഴേക്കും ഈ കുങ്കിയാനകൾ 3 മറുവശത്ത് ആ ഒരു തുറസായ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഈ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി അത്ര സുഗമമായിരുന്നില്ല. JCB ഉപയോഗിച്ച് ആ വഴി ശരിയാക്കി കൊടുത്തു. അതിനുശേഷമാണ് വടം ഉപയോഗിച്ച് ബന്ധിക്കുകയും പിന്നീട് ബലപ്രയോഗത്തിലൂടെ ഈ കുങ്കിയാനകൾ 3 പേരും നിലനിൽക്കുന്ന നമുക്കറിയാം
കാഴ്ചകൾ കാണാം. അവര് അക്ഷരാർത്ഥത്തിൽ സൂപ്പർ സ്റ്റാറുകളാണ്. കഴിഞ്ഞ കുറെ ഓപ്പറേഷനുകളായി PT7ഉം PT5ഉം പിന്നീട് അരിക്കൊമ്പനൊക്കെ അടക്കമുള്ള മിഷനുകൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനൊക്കെ ഒരു പ്രത്യേകത, പട്ടാപ്പകലാണ് ഈ മിഷനുകളൊക്കെ നടന്നതെങ്കിൽ ഈ മിഷൻ എത്തിയപ്പോഴേക്കും ഈ മയക്കുവെടി വെക്കുന്ന സമയമായപ്പോൾ തന്നെ രാത്രിയായി. അതിനുശേഷം പിന്നീട് മറ്റുള്ള ദൗത്യം, ഈ ആനയെ പുറത്തേക്ക് എത്തിക്കുക, ആനയെ പിന്നീട് വാഹനത്തിൽ കയറ്റുക, ഇതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഒരു ഈ അരണ്ട വെളിച്ചത്തിലാണ് സത്യത്തിൽ നടന്നത്. അത് കൃത്യമായി സമർത്ഥമായി ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഈ മലബാറിലെ ഈ വനംവകുപ്പ്, പ്രത്യേകിച്ചും വയനാടിലെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം ഈ കുങ്കിയാനകളുടെയും ഒക്കെ ഒരു പ്രത്യേകത. അവർ അക്ഷരാർത്ഥത്തിൽ സ്പെഷ്യലിസ്റ്റുകളായി മാറിയിരിക്കുകയാണ്. മെരുങ്ങാതെ നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുന്ന ആനകളെ തള്ളി പൊന്തി വാഹനത്തിൽ കയറ്റി അവരുടെ കാടുകളിലേക്ക് വിടാൻ പറ്റുന്ന ഒരു സ്ക്വാഡായി ഈ 3 പേർ മാറിയിട്ടുണ്ട്. അത് ഭയങ്കര രസകരമായ കാഴ്ചകൾ തന്നെയാണ്. എന്തായാലും ബന്ദിപ്പൂരിലേക്കാണ് ഇപ്പോൾ ആനയെ കൊണ്ടുപോയിരിക്കുന്നത്. ബന്ദിപ്പൂരിൽ പ്രാഥമികമായ ചില പരിശോധനകളൊക്കെ നടത്തും. ഈ ആനയുടെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതായി, വലിയ കാര്യമായ പ്രശ്നങ്ങളല്ല, ചെറുതായ പ്രശ്നങ്ങൾ ഉള്ളതായി വിലയിരുത്തലുണ്ട്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിശദമായ പരിശോധനകൾ നടത്തും. ആവശ്യമെങ്കിൽ ചികിത്സയും മറ്റുമൊക്കെ നൽകിയ ശേഷമാവും കാട്ടിലേക്ക് കയറ്റിവിടുക. എന്തായാലും നമുക്ക് രാവിലെ മുതൽ തന്നെ മാനന്തവാടി പട്ടണം കാണാനെത്തി ട്രഷറിയിലും കോടതിയിലും ഒക്കെ പോയി എങ്കിൽ പോലും ഒരാൾക്കും യാതൊരു തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടാക്കിയില്ല. വാഴത്തോട്ടത്തിലുള്ള ആ പരാക്രമം, ഈ ആളുകൾ 4 വശത്തും തെങ്ങി നിറയുമ്പോൾ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് പോകുന്നു, അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അങ്ങനെ കുറച്ചധികം വാഴ കന്നുകൾ നശിപ്പിച്ചിട്ടുണ്ടാവാം. അതിനുള്ള നഷ്ടപരിഹാരമൊക്കെ പിന്നീട് ലഭിക്കുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ആ വാഴക്കൈകൾക്ക് അപ്പുറം മറ്റൊന്നും നശിപ്പിക്കാതെയാണ്, ഒരാളുടെ നേരെ പോലും ചിഹ്നം വിളിക്കാതെയാണ് ആന കൂട്ടിലായി മിഷൻ സക്സസ് ആയപ്പോൾ ആ മിഷന് വലിയ പങ്ക് വഹിച്ചത് ഇപ്പോൾ അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കുങ്കിയാനകളായ വിക്രമും സൂര്യയും സുരേന്ദ്രനുമാണ്. ഇവർ തന്നെയാണ് ഇന്നത്തെയും ഹീറോ ഈ മിഷനിൽ. എന്തായാലും ഞാൻ അനീഷിലേക്കും ജിൻസിലേക്കും തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മിഷൻ തണ്ണീർ കൊമ്പൻ വിജയം. വയനാട് മാനന്തവാടി നഗരത്തിൽ ഭീതി വിതച്ച കാട്ടാനയെ മയക്കുവെടി വെച്ച് തളച്ചു. MS അനീഷ് കുമാറുമൊപ്പം ജിൻസും നമുക്കൊപ്പം തുടരുന്നു. ആ ജിൻസിലേക്കാണ്. ജിൻസ്, നമുക്ക് എന്തായാലും രാവിലെ മുതലുള്ള ദൗത്യം പൂർണ്ണമായി വിജയിച്ചു. അതിന്റെ ആശ്വാസത്തിൽ തന്നെയാണ് മാനന്തവാടി. മുൾമുനയിലായിരുന്നു അവിടുത്തെ നാട്ടുകാർ. എന്തായാലും തികച്ചും ആശ്വാസം. മണിക്കൂറുകൾ നീണ്ട ദൗത്യം വിജയിച്ചിരിക്കുന്നു. ജിൻസ്, നമുക്ക് ഈ PT7നെയും ചക്കക്കൊമ്പനെയും ഒക്കെ വലിയ പരിചയമാണ്. ദിവസങ്ങളായിട്ടുള്ള അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അവർക്കൊക്കെ ഈ പേരുകൾ വന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ തണ്ണീർ കൊമ്പന് തണ്ണീർ എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ജിൻസ്? അത്തരത്തിലുള്ള ഒരു കാര്യം നിലവിൽ ഇല്ല. എന്തായാലും ഇവൻ ചെറിയ ശല്യക്കാരനാണ് എന്നുള്ളതാണ് ഇപ്പോൾ കർണാടക വനംവകുപ്പുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ തോട്ടം മേഖലയിലാണ് ഈ തണ്ണീർ കൊമ്പൻ സ്ഥിരമായി കൊണ്ട് തന്നെ തമ്പടിച്ചിരുന്നത്. ഈ ഇവിടെയുള്ള ആ പ്രദേശത്തുള്ള തോട്ടം മേഖലയിൽ സ്ഥിരമായി ശല്യക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആ ഗതിയിലാണ് കർണാടക വനം വകുപ്പ് ഇതിനെ പിടികൂടുകയും പിന്നീട് റേഡിയോ കോളർ ധരിപ്പിച്ച് ഇതിനെ വനത്തിലേക്ക് വിടുകയും ചെയ്തത്. എന്തായാലും 200 കിലോമീറ്റർ താണ്ടി അത് ഇവിടെ മാനന്തവാടിയിൽ എത്തി എന്ന് പറയുന്നത് വലിയ ഒരു അത്ഭുതവും അതുപോലെ തന്നെ ഒരു വനംവകുപ്പിന്റെ ഒരു വീഴ്ചയായിട്ടും നമുക്ക് കണക്കാക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും സാധാരണഗതിയിൽ ഈ അരിക്കൊമ്പനൊക്കെ നമ്മൾ മറ്റു തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ അതിന്റെ ഒരു സഞ്ചാരപാത നമുക്കറിയാൻ കഴിയുമായിരുന്നു. അത്തരത്തിൽ ഇതിന്റെ ഒരു സഞ്ചാരപാത വനംവകുപ്പിന് അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു അതിശയം തന്നെയാണ്. ഈ കഴിഞ്ഞ ഒരു 15 ദിവസം മുൻപ് ഈ ആന തന്നെ തിരുനെല്ലി മേഖലയിൽ ആളുകൾ കാണുകയുണ്ടായി. അവിടുത്തെ നാട്ടുകാർ ഉടനെ തന്നെ ഈ വനംവകുപ്പിനെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യമാണ് നാട്ടുകാർ നമ്മളോട് പറയുണ്ടായത്. എന്തായാലും ആ സമയത്ത് പോലും ഈ കാട്ടാന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ് എന്നുള്ള കാര്യമെല്ലാം അറിയിച്ചിരുന്നെങ്കിൽ പോലും ഇത് ഉടൻ തന്നെ ഇത്തരത്തിലുള്ള ഒരു ജനവാസ മേഖലയിൽ എത്തുന്നത് ശരിക്കും ആളുകളെ ഒരു ഭീതിയിലാക്കുന്ന. ശരി, എന്തായാലും ടൗണിനെ വിറപ്പിച്ച തണ്ണീർ കൊമ്പനെ മയക്കുവെടി വെച്ച് മണിക്കൂറുകൾക്ക് ശേഷം എലിഫന്റ് ആംബുലൻസിൽ കയറ്റി. ഇതോടെ തണ്ണീർ കൊമ്പൻ ദൗത്യം
വിജയമായിരിക്കുകയാണ്. മണിക്കൂറുകൾ നീണ്ട ദൗത്യമാണിപ്പോൾ വിജയിച്ചത്. MS അനീഷ് കുമാറും ഒപ്പം ജിൻസ് തോട്ടുംകരയുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ആണ് ഇനി മുന്നിൽ